ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഏറ്റെടുത്തതോടെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന് വരാൻ പോകുന്നത് വലിയ കുരുക്കാണ്. അതായത് CPM നേതാക്കൾ പണ്ടൊക്കെ സാമ്പത്തികമായി ഒന്നുമില്ലാത്തവരായിരുന്നു എന്നാണ് അവർ തന്നെ പറയുന്നത്. എന്നാൽ നായനാരും VS ഒക്കെ പോയതിനു ശേഷം, പിണറായി കമ്മ്യൂണിസം വന്നതിന് ശേഷം കേരളത്തിലെ CPM നേതാക്കൾ പലരും കോടീശ്വരന്മാരായി മാറി. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം മുഴുവൻ കട്ടുകൊണ്ടുപോയി കോടീശ്വരന്മാരായ CPM നേതാക്കൾ പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും ഒക്കെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അയ്യപ്പനെ തൊട്ടവരെ അങ്ങനെ വേരോടെ പിഴുതെറിയുകയാണ്. സത്യത്തിൽ അയ്യപ്പൻ്റെ സ്വർണമെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ആദ്യം മുതൽ തന്നെ മുന്നിൽ നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഒറ്റ ദിവസം SIT രജിസ്റ്റർ ചെയ്ത കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1,30,00,000 രൂപ വില വരുന്ന ആസ്തികളാണ് ഇന്നലെ ഒറ്റ ദിവസം ED മരവിപ്പിച്ചത്. ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി. അതിപ്പോൾ പത്മകുമാറിലേക്കും വാസുവിലേക്കും കടന്നിരിക്കുന്നു. കേസിലെ വിവിധ പ്രതികളുടെ 1.5 കോടിയോളം രൂപ മൂല്യം വരുന്ന 8 സ്ഥാവര സ്വത്തുക്കൾ ED മരവിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അതിനുശേഷം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളക്കേസിൽ കൂടുതൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടികൾ ED തകൃതിയായി നടത്തുകയാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ A പത്മകുമാറിൻ്റെ സ്വത്തുക്കളെല്ലാം ED കണ്ടുകെട്ടുകയാണ്. N വാസു, അദ്ദേഹവും മുൻ ദേവസ്വം പ്രസിഡന്റാണ്. അതുപോലെ മുരാരി ബാബു എന്നിവരുടെ സ്വത്തുക്കളും കണ്ടുകെട്ടാനുള്ള നടപടി ED തുടങ്ങിക്കഴിഞ്ഞു. കവർച്ച ചെയ്യപ്പെട്ട സ്വർണത്തിൻ്റെ മൂല്യത്തിന് തുല്യമായ തുകയ്ക്ക് ആനുപാതികമായിട്ടാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടുക. കോടാനുകോടി രൂപയുടെ സ്വർണമാണ് ശബരിമലയിൽ നിന്ന് പോയത് എന്നിരിക്കെ സ്വത്തുക്കളെല്ലാം ഈ പ്രതികൾക്ക് നഷ്ടപ്പെടാനാണ് സാധ്യത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന വ്യാപകമായി ED നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് സുപ്രധാന നടപടിയെല്ലാം വന്നിരിക്കുന്നത്. ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് 100 ഗ്രാം സ്വർണവും കണ്ടെത്തിയതായി ED ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധനയിലാകട്ടെ 2019 മുതൽ 24 വരെയുള്ള സ്വർണ്ണക്കൊള്ളയുടെ വിവിധ രേഖകളും മിനിറ്റ്സും ഒക്കെ പിടിച്ചെടുത്തിരിക്കുകയാണ് ED. സ്വർണം ചെമ്പാക്കി മാറ്റിയ സുപ്രധാന ഫയലുകളും കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു ED. ഇതിനെല്ലാം പിന്നിലുള്ളത് മന്ത്രിമാരടക്കമുള്ള, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള CPM നേതാക്കളുടെ കൈകളാണ് എന്ന് എപ്പോഴേ തെളിയിച്ചു കഴിഞ്ഞു കേരളത്തിൻ്റെ പോലീസ് സംവിധാനം തന്നെ. ഇനി അതാണ് ED കൂടുതൽ ശക്തമാക്കാൻ പോകുന്നത്. ദേവസ്വം ജീവനക്കാരുടെ അനധികൃതമായി ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ സുപ്രധാന രേഖകൾ ലഭിച്ചു കഴിഞ്ഞുവെന്നും ഇവയെല്ലാം സൂക്ഷ്മ പരിശോധനയിലാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നു. അതിനർത്ഥം CPM നേതാക്കൾ മാത്രമല്ല, ആ സമയത്ത് അവിടെ ജോലി ചെയ്തിരുന്ന സാധാരണ ഓഫീസേഴ്സും അതുപോലെ തന്നെ സാധാരണ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പ്രതിയാകാൻ പോകുന്നു EDക്ക് മുന്നിൽ എന്നുള്ളതാണ്. 21 കേന്ദ്രങ്ങളിലാണ് ഓപ്പറേഷൻ ഗോൾഡ് ഷാഡോ എന്ന പേരിൽ ED വ്യാപകമായ റെയ്ഡ് നടത്തിയത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു. അതായത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന കോടതിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച SITക്ക് പുറമെ കേന്ദ്രത്തിൻ്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വന്നത് CPM നേതാക്കളുടെ അടിത്തറ തന്നെ ഇളക്കിക്കഴിഞ്ഞു എന്നുറപ്പിക്കുകയാണ്. സത്യത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതെ SIT ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് തന്നെ EDയുടെ എൻട്രി ഉള്ളത് കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. കാരണം സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിന്നിരുന്ന നേതാവ് ആണ് എന്ന് നാട്ടുകാർ തന്നെ പറയുന്ന കടകംപള്ളി ഇപ്പോൾ കോടീശ്വരനാണ്. കടകംപള്ളി സമ്പാദിച്ച ഇങ്ങനെയുള്ള സ്വത്തുക്കളെല്ലാം പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല എന്നിരിക്കെ കുറച്ചൊക്കെ മാറ്റി എഴുതാൻ കഴിയും. അതിനുവേണ്ടിയാണ് പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാതെ ഇങ്ങനെ തള്ളി നീക്കുന്നത് എന്നാണ് അറിയുന്നത്. പക്ഷെ ഇനിയും പിടിച്ചു നിൽക്കാൻ SITക്കും കഴിയില്ല കടകംപള്ളിയുടെ കാര്യത്തിൽ. ED നടത്തുന്ന പ്രത്യേക അന്വേഷണത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് ഏത് നിമിഷവും വരും എന്നുറപ്പായി കഴിഞ്ഞു. അതിനുള്ള തെളിവുകൾ ആദ്യം തന്നെ ശേഖരിച്ചിരിക്കുകയാണ് ED. അതിനുള്ള വണ്ടി തന്നെ ദില്ലിയിൽ നിന്നും പുറപ്പെട്ടു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതോടെ കടകംപള്ളിയുടെ സ്വത്തും കണ്ടുകെട്ടുമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ പെട്ടെന്ന് പണക്കാരായ CPM നേതാക്കളുടെ സ്വത്തുക്കൾ അതേ വേഗത്തിൽ തന്നെ തിരിച്ചെടുക്കുന്ന അയ്യപ്പൻ്റെ ഓരോ ലീലാവിലാസങ്ങളാണ് ഇത് എന്ന് പറയേണ്ടി വരും.